ഇനി നമുക്കൊരു പായസമായാലോ? സേമിയ പായസം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈ രീതിയിലാവില്ല ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഇത് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ പാലട മാറി നിൽക്കും, ആ ലെവലാ. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കാണണേ. ആദ്യം നമുക്കൊന്ന് സേമിയ ഒന്ന് കഴുകിയെടുക്കാം. അതിനായിട്ട് ദേ ഒന്ന് ശ്രദ്ധിക്കണേ, ഞാനോ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ നൈസ് ആയിട്ടുള്ള സേമിയ. ഇങ്ങനത്തെ നൈസ് സേമിയ നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? ഉണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പൊടിയൊന്നുമല്ല കേട്ടോ. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിക്കോ. അപ്പൊ നമുക്ക് ആ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റും ആ ഒരു ചെറിയൊരു ഇത് കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പൊ ഞാൻ നല്ലോണം പൊടിക്കുന്നുണ്ട്. ദേ ഈ ഒരു പരവും. പിന്നെ ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കണം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, വറുത്ത സേമിയ ആണെങ്കിൽ കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യണേ. ഇല്ലെങ്കിൽ നമ്മൾ ആ സേമിയ ആദ്യം ഒന്ന് വറുത്തെടുക്കേണ്ടി വരും. ഇപ്പൊ സേമിയ നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം നമുക്ക് ദേ സേമിയ ഇതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി സേമിയ നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അത് അവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പായസത്തിലേക്ക് വേണ്ട കാഷ്യൂവും കിസ്മിസൊക്കെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ട് ദേ ഇത്രയും ക്യാഷ് നമ്മൾ എടുക്കുന്നുണ്ട്. അത് നമ്മൾ നെയ്യിലാട്ടോ വറുക്കണേ. അപ്പം നെയ്യിൽ വറുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റും കൂടും. അപ്പം നെയ്യിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ദേ ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആവണ വരെ വറുക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് കിസ്മിസും കൂടി ആഡ് ചെയ്യാം. കിസ്മിസും കൂടി ആഡ് ചെയ്തിട്ട് കിസ്മിസ് ഇതുപോലെ ദേ ഇങ്ങനെ പൊന്തി വരണ പോലെ ആ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി. ഇളക്കിക്കൊണ്ടിരിക്കണേ, പെട്ടെന്ന് കരിയും. അപ്പോൾ കിസ്മിസും ക്യാഷും നല്ലപോലെ നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ സേമിയ ദേ ഇതുപോലെ ഒന്ന് തിളച്ച് വരണുണ്ട്. അത് നമുക്കൊന്ന് വെള്ളം വറ്റണ വരെ ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോഴേ സേമിയ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും, ആ ഒരു സോഫ്റ്റ്നെസ്സും കിട്ടും. ദേ സേമിയ നല്ലപോലെ ഒന്ന് തിളച്ച് വരണുണ്ട്. ഇനി സേമിയ നമുക്കൊന്ന് ഫ്ലെയിം നമുക്ക് നമ്മൾ കൂട്ടി വെക്കാം. അപ്പൊ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോഴേക്കും സേമിയ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് സേമിയതേ നല്ലപോലെ അത് ഇപ്പൊ വറ്റിച്ചെടുത്തിട്ടുണ്ട് നമ്മള്. ഇനി അതിലേക്ക് നമുക്ക് മിൽക്ക് ആഡ് ചെയ്യാം. മിൽക്ക് നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടേ? നല്ല ലൂസായിട്ട് കിട്ടണോ അതോ നല്ല കട്ടിയിൽ കിട്ടണോ? അതിനനുസരിച്ച് നിങ്ങൾ മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ച് കട്ടിയിലിരിക്കുന്നതാ ഇഷ്ടം, ലൂസ് ആവണേക്കാൾ. പക്ഷെ നമ്മൾ എത്രത്തോളം ലൂസാക്കിയാലും ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതൊന്ന് വെറ്റിപ്പോവേ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പാല് ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഇനി പാലില് നല്ല പോലെ ഒന്ന് കൊരുക്കിയെടുക്കാം കേട്ടോ. ഇപ്പൊ സേമിയ നമ്മൾ വേവിച്ചെടുത്തതല്ലേ, അപ്പൊ എന്നിട്ട് സേമിയ ഒന്ന് കട്ടയൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണേ. ഇനി നമുക്ക് അതിലേക്ക് ഏലക്ക, ഒരു 5-6 ഏലക്ക നമ്മൾ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ആ തോടോടെ ഞാൻ ഇടണം കേട്ടോ. അപ്പൊ അതിന്റെ ഫ്ലേവർ നല്ലപോലെ ഒന്ന് ആ പായസത്തിലേക്ക് ഇറങ്ങി കിട്ടും. ഞാൻ അങ്ങനെ ആട്ടോ ചേർക്കാറ്. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. പാലിങ്ങനെ തിളച്ച് വരുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. അപ്പം നല്ലപോലെ ഇങ്ങനെ ഇളക്കി എടുത്തുകൊണ്ടിരിക്കണേ. ഇനി നമുക്കതിലേക്ക് മിൽക്ക് മേഡ് ആഡ് ചെയ്യാം. ദേ ഇതാണ് നമ്മളിന്ന് ചേർക്കുന്ന സാധനം. നമ്മൾ ഷുഗർ അല്ലാതെ ആഡ് ചെയ്യണേ. നമ്മൾ മിൽക്ക് മെയ്ഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ ഈ ഇങ്ങനെ ഒരു ചെറിയൊരു ടിന്നായിട്ട് ഞാൻ വാങ്ങിയിരിക്കണേ. ഇത് തന്നെ മതി, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ ടിന്നിൽ മിൽക്ക് മെയ്ഡ് വാങ്ങിക്കോ. അത് നല്ലപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മൊത്തം ആഡ് ചെയ്യണം. ഈ ടിന്നിൽ കുറച്ച് അടിയിലൊക്കെ ഒന്ന് കട്ടയായിട്ടിരിക്കണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ആ ടിന്നിൽ തന്നെ ഇളക്കിയിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഫുൾ നമുക്ക് മിൽക്ക് മെയ്ഡ് അതിൽ കിട്ടും. ഇത്രയും മിൽക്ക് മെയ്ഡ് മതി കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല മധുരവും ഉണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച കാഷ്യും കിസ്മിസും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്ക് കുറച്ച് ഒരു സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലും കൂടി വരും. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ പാലട പായസം അല്ലേ, അതിൻ്റെ ഒക്കെ ഒരു ശരിക്കും ഒരു ടേസ്റ്റ് തന്നെ. സാധാ പായസം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് കളറിലല്ലേ കിട്ടുക. അപ്പം നമ്മൾ പഞ്ചസാര ഒരുക്കി ചേർക്കും ഒന്ന് കളറാവാൻ വേണ്ടി. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ബ്രൗൺ കളറാണ് കിട്ടുക. എനിക്ക് ആ ഒരു ബ്രൗൺ കളറിൽ തന്നെ പായസം ഭയങ്കര ഇഷ്ടം. ആ പാലടയിൽ അങ്ങനെ ബ്രൗൺ കളറിൽ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് എന്നെ പോലെ ബ്രൗൺ കളറിൽ വേണോ പായസം ഇഷ്ടം? ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അയക്കണേ. പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, നിങ്ങൾക്ക് ഏതാ നിങ്ങളുടെ ഫേവറേറ്റ് പായസം? അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ നമ്മുടെ ഫേവറേറ്റ് പായസം ആർക്കൊക്കെ ഉണ്ട് സെയിം ആയിട്ട് കിട്ടണമെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അതിനായിട്ട് നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ അതൊന്ന് ഓൺ ചെയ്ത് വെക്കണേ. അപ്പം ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.
ഇതുപോലെ എല്ലാം സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ താങ്ക് യു.